ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുട്ടി ഫ്രോക്ക് ഉണ്ടല്ലോ, അതിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. കണ്ടത് ആദ്യം നമുക്ക് പാവാട ഭാഗം കുഞ്ഞു കുഞ്ഞു ഞെറിയിട്ട് അടിച്ച് വെക്കാം കേട്ടോ. ഇങ്ങനെ കൊച്ചു കൊച്ചു ഞെറിയിട്ട് ഫുള്ള് ഞെറിയിട്ട് അടിക്കുക. കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് നല്ല തിക്കിൽ ഞെറിയിടണം. എന്താ ഞെറിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം, അതായത് യോക്ക് ഭാഗം അടിക്കണില്ല, അതിന് 2 ബാറ് നമുക്ക് അടിച്ചുണ്ടാക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ബാറ് വയ്ക്കാൻ അത് അടിച്ചിട്ട് മറിച്ച് കണ്ട ഇങ്ങനെ 2 എണ്ണം വേണം കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് ബാക്കിൽ കിട്ടുന്ന വാറുണ്ട്, പൂക്കെട്ട് കിട്ടുന്ന വാറ്, അതും നമുക്ക് 2 എണ്ണം അടിച്ച് മറിച്ച് വയ്ക്കാം. ഉണ്ടോ ഇങ്ങനെ നീളത്തിൽ ഇത്തിരി വീതി കൂടി അടിച്ച് ചെരിച്ചടിച്ച് അത് നമുക്ക് മറിച്ചെടുക്കാം. അത് നമുക്ക് 2 എണ്ണം വേണം. ഇതുപോലെ മറ്റതും അടിക്കുക. ഇനി നമുക്ക് കഴുത്തിൽ വയ്ക്കാനുള്ള ക്രോസാണ് വേണ്ടത്. അത് വെട്ടിയിട്ടില്ല. 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് 5-6 കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഭാഗത്തും കൈക്കുഴിയുടെ ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. 1.5 ഇഞ്ച് വീതിയിൽ പീസുകൾ മുറിച്ച് അത് ജോയിൻ്റ് അടിച്ച് വയ്ക്കാം. എല്ലാം ഒരേ അളവിലായിരിക്കണം വീതി, അതിനാണ് മേലെ വെച്ച് കട്ട് ചെയ്യുന്നത്. കൊച്ചു കൊച്ചു പീസുകളുള്ള കട്ട് പീസായി ആരോണ്ടേ ഒരു ചുരിദാർ അടിച്ചതിൻ്റെ ബാക്കി പീസാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഞ്ഞു ഫ്രോക്ക് അടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ ക്രോസ് കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇത് നമുക്ക് ജോയിൻ്റ് അടിച്ച് കാണിക്കാം. അത് ഒരു മോനുള്ള ഭാഗം മോനില്ലാത്ത ഭാഗത്തേക്ക് നല്ല ഭാഗം വെച്ച് കൂട്ടിയടിക്കുക. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അതുപോലെ എല്ലാ പീസുകളും കൂട്ടിയടിക്കണം കേട്ടോ. ഇനി നമുക്ക് മോൾ ഭാഗത്തിൻ്റെ മേലെ യോക്ക് ഭാഗത്തിന് വാറ് പിടിപ്പിക്കാം. രണ്ട് വാറും നമുക്ക് ഇതുപോലെ പിടിപ്പിക്കണം. 2 വാറും പിടിപ്പിച്ചു. അതുപോലെ ബാക്ക് ഭാഗവും ആ വാറിൻ്റെ തുമ്പത്ത് വെച്ച് പിടിപ്പിക്കണം. അതുപോലെ മറ്റേ വാറും വെച്ച് അടിക്കണം. ചെറിയൊരു കട്ടിട്ടടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അതുപോലെ വാറ് വെച്ചടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ചുറ്റും ക്രോസ് പീസ് വെച്ച് അടിച്ച് നിറച്ച് പതിച്ചടിക്കണം. ഉണ്ടോ, ഇങ്ങനെയാണ് ക്രോസ് പീസ് പിടിപ്പിക്കേണ്ടത്. കൈക്കുഴിയിലും
കഴുത്തിൻ്റെ ഭാഗത്തും ക്രോസ് പീസ് വെച്ചു. ഇനി അതിനെ മടക്കി അടിക്കാം. ചതുരം കഴുത്താണ് നമ്മൾ അടിക്കുന്നത്. കണ്ടോ? അതുപോലെ മറ്റേ സൈഡും അടിക്കണം. 6 വിട്ടു പോകുന്നത് രണ്ടാമത് വെച്ച് അടിക്കുകയാണ് ഞാൻ. ഉണ്ടോ? അതുപോലെ വീണ്ടും മറ്റേത് അടിച്ച പോലെ തന്നെ പീസ് വെച്ചടിച്ച് മറിച്ച് നമുക്ക് മടക്കി അടിക്കാം. യോക്ക് ഭാഗത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് കൂട്ടാം. അതിൻ്റെ സൈഡ് കൂട്ടുന്നതിന് മുന്നേ നമുക്ക് വാറ് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തു, സൈഡ് അടിച്ചു. അതുപോലെ മറ്റേ സൈഡും നമുക്ക് അടിക്കണം. അത് ഞൊറി വെച്ചതിന് ശേഷം നമുക്ക് അടിക്കാം. ഞൊറി പിടിപ്പിക്കുക. കണ്ട നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് തുമ്പത്ത് കൂടെ ഞൊറി പിടിപ്പിക്കുക. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേത് റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അടിക്കാനായിട്ട്. ഇതാകുമ്പോൾ എളുപ്പം കഴിയും. പൊട്ടി ഫ്രോക്കല്ലേ, കുഴപ്പമില്ല. അല്ലെങ്കിൽ റൗണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഞൊറി വേറെ പിടിപ്പിക്കണം. അങ്ങനെ ഞൊറി അടിക്കൽ കഴിഞ്ഞു. ഇനി മറ്റേ സൈഡ് നമുക്ക് ജോയിൻ്റ് അടിക്കണം. അപ്പോൾ വാർ വെച്ച് കൊടുക്കണം. ഉണ്ട്, വാർ വെച്ച് കൊടുക്കുക. കുറച്ച് കൂടുതലുണ്ട് ഞൊറി ഭാഗം, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അടിച്ചതിന് ശേഷം. അങ്ങനെ സൈഡ് കൂട്ടലും കഴിഞ്ഞു. ഇനി അടി മടക്കി അടിക്കാം. കണ്ടോ എന്ത് ഈസി ആയിട്ടാണ് തയ്ച്ച് കഴിയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അങ്ങനെ കുട്ടി ഫ്രോക്ക് അടിച്ച് കഴിഞ്ഞു.